കഥ ഞങ്ങൾക്ക് തന്നെ അറിയില്ല കഥ. ഞങ്ങൾക്ക് തന്നെ ഒരു കഥയില്ലാതെ അല്ലേ? പറഞ്ഞു കൊടുക്കലില്ല ആരും. ഒരാളെങ്കിൽ ആ അമ്മ താങ്ക് യു, ചേച്ചി താങ്ക് യു പറഞ്ഞു കൊടുക്കലുണ്ട്. ഈ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തില് മക്കൾക്ക് രാത്രിയാണ് കുട്ടികൾ റിഗ്രറ്റ് ചെയ്യണ സമയം. പകല് ചെയ്ത തെറ്റുകളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും. രാത്രിയല്ലേ പറയാം, അമ്മച്ചിയെ ഇന്നലെ ആബീസ് വീണു, എന്റെ തല പൊട്ടി, കൊറേ ചോര പോയി. ഈ കഥകളൊക്കെ നമുക്ക് ഒരു പറഞ്ഞത് ആ സമയത്ത് കിട്ടിയ അവസരമാണ്, അതൊക്കെ മുതലാക്കണം. നമുക്ക് നേരെ ഡോല് വല്ല സോഫയിലൊക്കെ ഒറ്റയ്ക്ക് കടന്നുറങ്ങി പിന്നെ ഒരു പാല് വലിച്ചെടുത്ത് കൊണ്ടുപോയി ബെഡ് കടത്തലേ കയറും അല്ലേ? അങ്ങനെ തന്നെ എനിക്കറിയാം. അന്ന് നിങ്ങൾ പറയുന്നു വേണ്ട. കുട്ടീനെ ഒപ്പം കിടത്തി എത്ര തിരക്കാണെങ്കിലും അടുക്കളയിൽ ഒരു കൊട്ട പാത്രം മോറാണെങ്കിൽ അതവിടെ നിന്നോട്ടെ, മോറിയില്ലെങ്കിൽ ഒന്നും പറ്റൂല. കുട്ടിക്ക് ചെയ്യാനുള്ള, കുട്ടിക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക. അതിനെ കിടത്തി ഇറക്കിയിട്ട് നിങ്ങൾ പോയി പാത്രം മോറിക്കോളി. പിന്നെ അതിന് മാത്രം പാത്രമൊന്നും ഈ കാലത്ത് മോറാണ്ടാവില്ല, നമുക്കറിയാം. നിങ്ങൾക്ക് വാട്സപ്പിൽ ഇരിക്കാനല്ലേ, ഗ്രൂപ്പില് പണ്ടത്തെ ഫ്രണ്ട്സ് 4ാം ക്ലാസ്സിൽ പിരിഞ്ഞിട്ട് ഇപ്പഴാ ഗ്രൂപ്പ് ഉണ്ടാക്കണത് അല്ലേ? അപ്പൊ ഓലൊക്കെടി ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയടി, പുളി ചമ്മന്തി ഉണ്ടാക്കണ നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, റെസിപ്പി ഇട്ടിട്ടുണ്ടാവും, അത് കാണാൻ പോണം. റെസിപ്പി ഒക്കെ അവിടെ ഉണ്ടാക്കിക്കോട്ടെ. അപ്പോത്തിന് ഇവിടെ നമ്മക്ക് ഫ്യൂച്ചർ ഉണ്ടാവില്ല, നമ്മളെ കുട്ടിക്ക് ഫ്യൂച്ചർ ഉണ്ടാവില്ല. അപ്പൊ കുഞ്ഞിന് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക. കുഞ്ഞിന്റെ കൂടെ കിടന്നുറങ്ങുമ്പോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഉമ്മാന്റെ കുട്ടി പറഞ്ഞാ അനുസരിക്കണം. ഇന്ന് ഉമ്മാന്റെ കുട്ടി അങ്ങനെ ഉമ്മച്ചി അങ്ങനെ പറഞ്ഞപ്പോ ചെയ്തില്ലല്ലോ, അങ്ങനെ ചെയ്യണ്ടേ, ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അമ്മച്ചിക്ക് സങ്കടാവും. അല്ലാതെ ഉമ്മച്ചിക്ക് എന്നെ ഇഷ്ടം ഉണ്ടാവൂല എന്ന് പറയരുത്. നിബന്ധനകൾ വെച്ചിട്ട് കുട്ടികളെ സ്നേഹിക്കരുത്, ഉപാധികൾ വെച്ചിട്ട് കുട്ടികളെ സ്നേഹിക്കരുത്. നമ്മൾ പറയും 10ാം ക്ലാസ് എക്സാം അല്ലെങ്കിൽ 5ാം ക്ലാസ് എക്സാം ഒക്കെ എഴുതുമ്പോ കുട്ടികളുടെ അടുത്ത് പറയും, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയാല് 10ാം ക്ലാസ് എക്സാമിനൊക്കെ അല്ലെങ്കിൽ +2 എക്സാമിനൊക്കെ പറയാം, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയാൽ എനിക്ക് ഞാന് സ്കൂട്ടി വാങ്ങിത്തരാം അല്ലെങ്കിൽ മൊബൈൽ വാങ്ങിത്തരാം. തോറ്റാല് എന്തെങ്കിലും വാങ്ങിത്തരാം നിങ്ങൾ ആരെങ്കിലും പറയലുണ്ടോ? ഇല്ലല്ലോ. എന്നാ പറയണം. എങ്ങനെ പറയണ്ടെന്ന് അറിയോ? ജയിച്ചാല് എനിക്ക് സ്കൂട്ടി വാങ്ങിത്തരാം, തോറ്റാല് എനിക്ക് ഓട്ടോറിക്ഷ വാങ്ങിത്തരാന്ന്. അവിടെ എന്തായി? പോസിറ്റീവായിട്ട് നമ്മള് കാര്യങ്ങൾ പറഞ്ഞത് അല്ലേ? നെഗറ്റീവായ ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ട് നമ്മളോട് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഇട്ടാലോ ഒന്ന് സ്കൂട്ടി കൂട്ടി ചെത്തി നടക്കാം, തോറ്റാലോ പിന്നെ ഓട്ടോറിക്ഷ ഓട്ടി നടന്നോന്ന്. മനസ്സിലായില്ലേ? നെഗറ്റീവായ ഒരു കാര്യം അതിനെ പോസിറ്റീവ് ആക്കാനുള്ള ഐഡിയ ആണ്. അതൊക്കെ നിങ്ങളെ ഉമ്മാന്റെ തലേന്ന് ഉണ്ടാവണം. ഈ ഉമ്മാരുടെ തലേന്നാണ് അതൊക്കെ ഉണ്ടാവേണ്ടത്. അതൊക്കെ ഉണ്ടാവും. അതിന് ചിന്തിക്കാനൂടെ നേരം. ഈ ഒരു കുന്തം നിലത്ത് വെച്ചിട്ട് നേരം ഉണ്ടോ? ആ ഒരു മൊബൈൽ എന്ന് പറയുന്ന കാര്യത്തിന്റെ വരാൻ പോകുന്ന വലിയൊരു കോൺസിക്വൻസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളെ മക്കളൊക്കെ പൊട്ടന്മാരാവും. ഒരൊറ്റ കുട്ടിക്കും സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ ഉള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. കാരണം ഈ ഒരു പ്രായം 10 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി കൂടേണ്ട സമയമാണ്, ചിന്തിക്കേണ്ട സമയമാണ്. ഈ മൊബൈലിൽ ഇവർക്ക് എന്താ പണി? നമ്മൾ വിചാരിക്കും ചില കുട്ടികളെ മൊബൈലൊക്കെ വായിച്ചിട്ട് മൊബൈൽ ഇങ്ങനെ കണ്ടിട്ട് 1 വയസ്സാകുമ്പോഴത്തേന് ABCD എന്നൊക്കെ ഭയങ്കര പ്രൊനൗൺസിയേഷനിലൊക്കെ പറയുമ്പോ അഭിമാനത്തിലൊക്കെ എന്റെ കുട്ടി ഇംഗ്ലീഷ് പറയണൊക്കെ അതന്നെ ഉണ്ടാവുള്ള കുട്ടിക്ക്. ആ 4 അക്ഷരം ചിലപ്പോ കുറച്ച് ഇംഗ്ലീഷ് റൈംസും ഒക്കെ ഇങ്ങനെ ചിലപ്പോ വേർഡ്സ് ഒക്കെ തെറ്റാണ്ട് ഇങ്ങനെ പറയുന്നുണ്ടാവും. അതന്നെ ഉണ്ടാവുള്ളൂ. ആ കുട്ടിനോട് കുറച്ച് പ്രായം ഒരു 12 വയസ്സ് കഴിയുമ്പച്ചിന്റെ കുട്ടി ആ പീടികയിൽ പോയി 2 മുട്ട വാങ്ങിക്കൊണ്ടെന്നാണ്. ഏത് പീടിയാ? ഏത് മുട്ട? അതെന്താ? ഒന്നും അറിയില്ല. ആ കുട്ടിക്ക് ഒന്നും അറിയില്ല. ആ കുട്ടി ശരിക്കും ഒരു ബ്രോയിലർ കോഴിക്കുട്ടിന്റെ മാതിരിയായി മാറും. ഒന്നിനും പറ്റാത്ത കുട്ടിയായിട്ട് മാറും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഇവിടുന്ന് തീരുമാനം എടുക്കേണ്ടത് എന്താണെന്നറിയോ? കെട്ടിപ്പിടി ഉമ്മയ്ക്ക് ആദ്യത്തെ തീരുമാനം സ്നേഹപ്രകടനം. ഇനി 4ാം ക്ലാസ് കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കലുകൾക്കൊക്കെ വലിയ കുട്ടികളുണ്ടാവും. 4ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഉമ്മ ഇട്ടു. 5, 6, 7, 8 പോകുന്തോറും ഉമ്മന്റെ എണ്ണം കുറഞ്ഞു വരും. വലിയ കുട്ടികൾക്ക് ആരെങ്കിലും ഉമ്മ കൊടുക്കലുണ്ടോ? നല്ല ഉമ്മ കൊടുക്കുന്ന ഉമ്മ. അങ്ങനെ വേണ്ടത്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ചെറിയ പ്രായത്തിനൊക്കെ അവർക്ക് സ്നേഹപ്രകടനങ്ങൾ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഒരു കിട്ടുന്നോടത്തേക്ക് തെരഞ്ഞു പോകും. അല്ലെങ്കിൽ ഒരു എവിടുന്നാണോ കിട്ടുന്നത് അങ്ങോട്ട് തെരഞ്ഞു പോകും.
മനസ്സിലായോ? ഈ പ്രായത്തിലൊക്കെ അങ്ങനെ തന്നെ. നിങ്ങളുടെ അടുത്തൊരു എക്സ്പീരിയൻസ് ഞാൻ പറയട്ടെ. എന്റെ ഉമ്മാന്റെ സ്കൂളില് ഉമ്മച്ചി ഇവിടെ ഉണ്ടല്ലേ, എന്താ മോള് പറയണെന്ന് ഉമ്മ കേൾക്കുന്നത്. ഉമ്മച്ചി ആദ്യം വർക്ക് ചെയ്തിരുന്ന സ്കൂളില് ഒരു കുട്ടി ഉണ്ടായിരുന്നു, 4ാം ക്ലാസ്സിലെങ്ങാനും പഠിക്കണ, 5ലും എങ്ങാനും പഠിക്കുന്ന ഒരു കുട്ടി. അപ്പൊ ഈ കുട്ടിക്ക് ഭയങ്കര ടെൻഷനും, എപ്പോഴും ഈ കുട്ടിക്ക് ടെൻഷനാ. അപ്പൊ കൗൺസിലിംഗ് ചെയ്യാന് എന്റെ ഉമ്മ അതുകൊണ്ട് പറയല്ല, ആള് കുറച്ച് കൗൺസിലിംഗ് ഒക്കെ ചെയ്യും. ഉമ്മ അതുകൊണ്ട് പറഞ്ഞല്ല, കുറച്ച്. അപ്പൊ ഈ കുട്ടീനെ ഉമ്മച്ചിയെ എടുത്തിരുത്തിയിട്ട് ആ കുട്ടീന്റെ അടുത്ത് സംസാരിച്ച് ആ കുട്ടീന്റെ പ്രശ്നങ്ങളൊക്കെ ഡെയിലി സംസാരിക്കും. ആ കുട്ടിക്ക് പറയാനുണ്ട് കുറെ കാര്യങ്ങള്, പ്രകടിപ്പിക്കാനുണ്ട് കുറെ കാര്യങ്ങൾ, അതൊക്കെ ഉമ്മാനോട് പ്രകടിപ്പിക്കും. പിന്നെ എന്തായെന്നറിയോ, ഈ കുട്ടി വീട്ടിക്ക് വരാൻ തുടങ്ങി. നമ്മളെ എന്റെ വീട്ടിക്ക് വരും, ഞാനും എന്റെ അനിയത്തിയും ഒക്കെ ഉണ്ടാവുമ്പോ ഓളും വീട്ടിക്ക് വരും. എന്നിട്ട് ഉമ്മാനെ ഉമ്മ എന്നൊക്കെ വിളിക്കുക. അമ്മക്ക് സഹിക്കുവോ? നമ്മളമ്മാനെ വേറെ ആരെങ്കിലും? സത്യം പറഞ്ഞാൽ ഞാനൊക്കെ വലുതാ, എനിക്കുന്റെ ഉള്ളിലും കുയിന്ത്. എന്റെ ഉമ്മാനെപ്പം ഉമ്മ വിളിക്കാൻ ഈ കുട്ടി ആരാ? അനിയത്തിക്ക് അതിനൊക്കാ കുയിന്ത്, ഓള് കൊഞ്ചിക്കുട്ടിയല്ലേ. ഉമ്മാനെ ഈ കുട്ടിക്ക് ഉമ്മായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ്. ഉമ്മാന്റെ സ്കൂളിൽ ഷിഫ്റ്റ് ആയിരുന്നു, ഉച്ചക്ക് ശേഷം. ഈ കുട്ടി രാവിലെ തന്നെ വരും. ഉമ്മാക്ക് പൂര കത്തെഴുതുക, മെസ്സേജ് അയക്കുക, കത്ത്, ഗ്രീറ്റിംഗ് കാർഡ്, എന്തൊക്കെ സാധനങ്ങൾ വരെ ഉമ്മാക്ക് കൊടുത്തയക്കുക. അപ്പൊ ഈ കുട്ടിക്ക് എന്താണ്? ആ കുട്ടിക്ക് കിട്ടേണ്ട സ്നേഹം, ആ കുട്ടിക്ക് കിട്ടേണ്ട പരിഗണന, ലാളന, അത് എവിടുന്നാണോ കിട്ടുന്നത് ആ ഭാഗത്തേക്ക് ആ കുട്ടി പോകും. ആ കുട്ടിക്ക് ഉമ്മയും വാപ്പയും ഇല്ലായിട്ടാ? ആ കുട്ടിക്ക് ഉമ്മയും വാപ്പയും ഏട്ടന്മാരും അനിയന്മാരും എല്ലാരും ഉണ്ട്. ആർക്കും സമയല്ല, നമ്മളൊക്കെ തിരക്കിലല്ലേ. ഇപ്പൊ നോക്കാണീ ഉമ്മ വലിയ എന്റെ ഫോൺ ചെയ്തൊക്കെ പറഞ്ഞേനി, നോക്ക് 100 പേരൻസ് ഉണ്ടാവും കേട്ടോ, കൊളാക്കരുതേ. 100 ഇങ്ങളെ 100 ആളത് ഇരിക്കണത്. അപ്പൊ ഇത്ര പേരൻസിനെ മക്കൾക്ക് കൊടുക്കാൻ സമയമുള്ളൂ. ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ ഉമ്മാരില്ലേ, വാപ്പാരില്ലേ? ഓർക്കൊന്നും സമയമില്ല. മക്കളെ പാരന്റ്സ് മീറ്റിംഗ്, 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ പാരന്റ്സ് മീറ്റിങ്ങിന് പോയിട്ടാ. ഇപ്പൊ കടന്നുറങ്ങിയിട്ടില്ലെങ്കിൽ രാത്രി വേ ഉറക്കം വരും അല്ലേ? അത്രേ ഉള്ളൂ കെയറിങ്, അത്രേ ഉള്ളൂ സ്നേഹം. കാരണം എന്താ? ഓൾവേസ് എല്ലാരും ബിസിയാണ്, ആർക്കും മക്കളെ കാര്യത്തില് ഇൻവോൾവ് ആവാൻ സമയമില്ല, എല്ലാരും ബിസി. അതിന്റെ ഇടയിലാ ഇപ്പൊ സ്നേഹപ്രകടനം, എന്തൊക്കെയാ പോള് പറയണത്? അതിന്റെ ഒക്കെ ഫ്യൂച്ചർ. ഇതൊന്നും ചെയ്യാതിരിക്കണതിന്റെ ഭാവി വളരെ വൃത്തികെട്ടൊരു ഭാവിയാണ് അതിനൊക്കെ ഉള്ളത്. കാരണം എന്താ? മക്കൾക്കും നമ്മക്കും എല്ലാവർക്കും, മക്കളെ കാര്യം മാത്രമല്ല, ഞങ്ങൾക്കും കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും, ഷെയർ ചെയ്യാനുണ്ടാവും. ഒക്കെ കൂടിയിരുന്ന് സംസാരിക്കുക. ഫാമിലിയിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാല് വാപ്പയും ഉമ്മയും മക്കളൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് സമയം മൊബൈലും ടിവിയും അടുക്കളത്തെ തിരക്കും ഒക്കെ മാറ്റി വെക്കുക, എന്നിട്ടൊന്ന് കൂടിയിരിക്കുക. എത്ര വീട്ടുകളിൽ നിങ്ങൾ സംസാരിക്കലുണ്ട് പരസ്പരം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ മാനം കിടന്നുകൊണ്ട് ചോദിക്കണില്ല. കൂടെ ഇരുന്നിട്ട് സംസാരിക്കുക, ഭാര്യയും ഭർത്താവും മക്കളും. കാരണം എന്താ? നമ്മൾ എന്തിനാ ചിലപ്പോ മുകളിൽ 2 റൂമിൽ ഇരുന്നിട്ട് മക്കള് നമ്മൾ ചാറ്റ് ചെയ്യും, അല്ലെ ഉമ്മയും മക്കളും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വാ. വേറൊരു വിറ്റ് പറഞ്ഞുതരാ. ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുകയാണേ. അപ്പോ ഭാര്യക്ക് പെട്ടെന്ന്, 2 ആളും മൊബൈലിലാ, വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സോഷ്യൽ മീഡിയാസിൽ ബിസിയാ 2 ആളും. പെട്ടെന്ന് ഭാര്യക്ക് ഒരു മെസ്സേജ് വന്നേ, വാട്സപ്പിലൊരു മെസ്സേജ് വന്നേ. ഓപ്പൺ ആക്കി നോക്കുമ്പോ കുറച്ച് നീങ്ങിക്കിടക്ക്, ചൂടെടുക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് കിടക്കണ ഭർത്താവ് കുറെ നേരം പറഞ്ഞു നീങ്ങെന്ന് പറഞ്ഞു. പെണ്ണ് കേൾക്കാൻ നേരമില്ലല്ലോ, വാട്സപ്പിലല്ലേ, ഗ്രൂപ്പില് പഴയ ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചിക്കണ്. കേട്ടിട്ടില്ല, ആള് കേട്ടിട്ടില്ല. അപ്പൊ ഭർത്താവിന് തോന്നിയത് മെസ്സേജ് അയക്കാണ് ഇതിനേക്കാൾ നല്ലത്, അപ്പോൾ ഓള് കണ്ടോളൂ ഒന്ന്. മനസ്സിലായോ? ചിരിക്കൊന്നും വേണ്ട, അതൊക്കെ നിങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാവണതാണ്. എനിക്കും ആരോടും പറയണ്ട, അല്ലേ? ഡെഫിനറ്റ്ലി. അതിന്റെയൊക്കെ ഭാവി എന്താണ്? പരസ്പരം പറയാതെ ഭാവി നിങ്ങളൊക്കെ കാണുന്നില്ലേ? മറ്റേ അയലൊക്കെക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയി, മക്കളെ കൊന്ന് ഒളിച്ചോടിപ്പോയി, ഭർത്താവിനെ കൊന്ന് ഒളിച്ചോടിപ്പോയി. മോസ്റ്റും സ്ത്രീകളാണ്, അല്ലേ?